ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് കിരൺ വരുന്നത്. അപ്പോൾ കിരണിനെ കണ്ട ഉടനെ തന്നെ കല്യാണി അവിടുന്ന് ചാടി എണീറ്റ്, കിരണേട്ടാ, എനിക്ക് കിരണേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ കല്യാണി, എന്താ പറയാനുള്ളത്? അതെ, സരയു എന്നോട് പറഞ്ഞത് ഈ താരയാൻറ്റി ഇല്ലേ, താരയാൻറ്റിയുടെ വിഷമത്തിനുള്ള കാരണം. സരയു എന്താ പറഞ്ഞത്? അത് പിന്നെ ആ ബഗാസുരൻ മരിച്ചില്ലേ, ആ മരിച്ചതിനെ തുടർന്ന് താരയാൻറ്റിക്ക് വല്ലാതെ മനോവിഷമമാണെന്ന്, ഇപ്പൊ ഡിപ്രഷനാണെന്നൊക്കെയാണ് സരയു പറയുന്നത്. ബഗാസുരൻ മരിച്ചതിൽ ആൻറ്റിക്ക് സങ്കടോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സങ്കടം വരേണ്ട യാതൊരു കാര്യമില്ലല്ലോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കിരണേട്ടാ, ഈ സരയുവിൻ്റെ അച്ഛനാണല്ലോ, അതായത് താര ആൻറ്റിയെ സ്നേഹിച്ചുകൊണ്ടിരുന്നാണല്ലോ, താര ആൻറ്റിയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണല്ലോ. ആ സമയത്താണല്ലോ സരയു എന്ന് പറഞ്ഞ ആ കുട്ടി ജനിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് പോ കല്യാണി, അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അല്ല, സരയു എന്നോട് ഇതൊക്കെ പറഞ്ഞത് സരയുവിൻ്റെ ഒരു സംശയം മാത്രമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സംശയം ഞാൻ കിരണേട്ടനോട് പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെ വരില്ല. സരയുവിനോ അല്ലെങ്കിൽ ഷാരി ആൻറ്റിക്കോ പോലും സങ്കടമില്ല. ആ ഒരു സ്ഥിതിക്ക് എന്തിനാണ് ആൻറ്റിക്ക് സങ്കടം? അങ്ങനെ ആൻറ്റിക്ക് സങ്കടം ഉണ്ടെങ്കിൽ അത് ആൻറ്റിയുടെ ഒരു ദൗർലഭ്യം ആണെന്ന് മാത്രമേ ഞാൻ കരുതുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല കിരണേട്ടാ, അങ്ങനെ ഒരിക്കലും താരയാൻറ്റി അയാളെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല. അയാൾ മരിച്ചതിൽ ആൻറ്റിക്കൊരു സങ്കടവും ഉണ്ടാവില്ല. പക്ഷേ എന്താണ് ആൻറ്റിയുടെ ഒരു മൗനത്തിന് കാരണം, അല്ലെങ്കിൽ സങ്കടത്തിന് കാരണം എന്നൊക്കെ ഞാൻ സരയുവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സരയു എന്നോടാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇങ്ങനൊരു സംശയം, അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുക മാത്രമാണ്. ഒരിക്കലും അങ്ങനെ എനിക്കൊരു സംശയമില്ല. താര ആൻറ്റി അതേപോലൊരു വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഈ താര ആൻറ്റിയുടെ എല്ലാം ആയിരുന്നു എൻ്റെ അച്ഛൻ. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് എൻ്റെ അച്ഛനാണ്, എല്ലാ സപ്പോർട്ടുകളും. അതിനുശേഷം പിന്നെ ബഗാസുരനെ കണ്ടെത്തിയതും താര ആൻറ്റി പിന്നെ ഈ നാട്ടിലേക്ക് വന്നതും എല്ലാം എൻ്റെ അച്ഛൻ കാരണം തന്നെയാണ്. എൻ്റെ അച്ഛനും താരയാൻറ്റിയും തമ്മിൽ ബന്ധമുണ്ട്. ഈ സരയുവിൻ്റെ അച്ഛൻ ഈ താരയാൻറ്റിയുടെ കുഞ്ഞ് എൻ്റെ അച്ഛൻ്റെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു രീതിയിൽ തന്നെയാണ് അവിടെ സംസാരിച്ചത്. എൻ്റെ അച്ഛനെയും അമ്മയെയും കൂടി തെറ്റിദ്ധരിപ്പിച്ചതും ഈ ബഗാസുരൻ തന്നെയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് താര ആൻറ്റിക്ക് ബഗാസുരൻ മരിച്ചതിൽ സങ്കടം ഉണ്ടാവുന്നത്? അവൻ്റെ കാരണത്ത് വരെ ആൻറ്റി അടിച്ചിട്ടുണ്ട്. അതും കല്യാണിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ, എല്ലാം എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എന്തിനാണ് സരയു അങ്ങനെ ഒരു കാര്യം എന്നോട് പ്രകടിപ്പിച്ചതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കേതായാലും ചോദിക്കാം. നമ്മൾ എത്ര പ്രാവശ്യം ചോദിച്ചു താര ആൻറ്റിയോട്, പക്ഷേ എന്നിട്ട് പോലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ആൻറ്റിയുടെ സങ്കടത്തിന് കാരണം എന്താണ്, ആൻറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചല്ലേ. എന്നിട്ട് ഒരു കാര്യം പോലും പറയുന്നില്ല കിരണേട്ടാ. ഏതായാലും ഞാൻ പോവാണ് താര ആൻറ്റിയുടെ അടുത്തേക്ക്. താര ആൻറ്റി അവിടെ ഇരുത്തി എനിക്ക് ചോദിക്കണം. വേറെ ആരും ആ വീട്ടിൽ പാടില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പാടുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കട്ടെ. അതിനുശേഷം താര ആൻറ്റിയുടെ മനസ്സിലിരിപ്പ് എനിക്ക് അറിയാതെ ഞാനിങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല കിരണേട്ടാ. നീ ചെല്ല് കല്യാണി, ആൻറ്റിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ കിരണം എന്തൊക്കെ ഇങ്ങനെ സംശയങ്ങൾ തന്നെ കൂടി വരികയാണ്. പിന്നീട് കാണിക്കുന്നത് സരയു ഒരു കൊടും വിഷം എടുത്തിട്ട് താരയുടെ കയ്യിലേക്ക് കൊടുക്കുക. താരയുടെ കയ്യിലൂടെ കൊടുത്തിട്ട് പറയാണ്, ഞാനിത് തന്നത് കല്യാണിയെ കൊല്ലാനാണ്. കല്യാണി ഇപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും. അതേപോലുള്ള രീതികളാണ് ഞാൻ അവളുടെ ചെവിയിലേക്ക് ഓതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കാനും നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് അവൾ വന്നു കഴിയാൻ നേരത്ത് അവൾക്ക് ആ ജ്യൂസിൽ ഈ ഒരു വിഷം കലർത്തി കൊടുക്കണം. അവളത് കുടിക്കട്ടെന്നേ, അവൾ മരിക്കട്ടെ. അതോടുകൂടി തന്നെ എൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതെയാവും. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ അവിടെ താര ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന്. എനിക്ക് വേണ്ടി നിങ്ങൾ ആ കൃത്യം ചെയ്യണം. നിങ്ങൾ കല്യാണിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയല്ലേ? ഞാനല്ലേ നിങ്ങളുടെ മകള്? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കിട്ടിയതല്ലേ? അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടിയല്ലേ അതെല്ലാം ചെയ്യേണ്ടത്? എൻ്റെ ജീവിതം നന്നാവാനല്ലേ നിങ്ങൾ നോക്കേണ്ടത്? അപ്പം നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി അത് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴും താര തലയും കുരിച്ച് നിൽക്കുകയാണ്. ഓ, ചെയ്യില്ലല്ലേ? അപ്പം എനിക്ക് വേണ്ടി നിങ്ങൾ ഈ കാര്യം ചെയ്യില്ല. നിങ്ങൾ എൻ്റെ അമ്മയെന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാ.
എന്നെ വളർത്തിയൊരു അമ്മയുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, അതാണ് എൻ്റെ യഥാർത്ഥ അമ്മ. ആ അമ്മ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരില്ലെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. ഇനി ഇതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് അവസാനിപ്പിച്ചോ. നിങ്ങൾക്കിനി എന്നെ കാണാനായിട്ട് സാധിക്കില്ല, നിങ്ങളുടെ കൊച്ചുമോളെയും കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പോവാണ്, എനിക്കിനി നിങ്ങളോട് ഒരു അക്ഷരം പോലും പറയാനില്ല എന്ന് പറഞ്ഞ് സരയു ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് താരയുടെ മനസ്സ് വേദനിക്കുക. അപ്പം താര സരയുവിൻ്റെ കൈ കയറി പിടിക്കണം. എന്താ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ, പറയുന്ന കേക്ക്. നിങ്ങൾ കല്യാണി വരുമ്പോഴത്തേക്കും ജ്യൂസിൽ വിഷം കലർത്തി നിങ്ങൾ കൊടുക്കോ? അതൊന്ന് കൊടുത്താൽ മാത്രം പോരെ? അങ്ങനെ കൊടുത്തു എന്ന് വെച്ച് എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? നിങ്ങളുടെ മകൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എനിക്ക് കിരണിനൊത്ത് സന്തോഷത്തോടെ ജീവിക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ചെയ്യൂലേ, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ഇത് കേട്ട താര കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് തലയാട്ടുകയാണ്. ഇത് കണ്ട സരയുവിൻ്റെ മനസ്സിൽ ലഡ്ഡുവിട്ട് സരയുവിന് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. സരയു പറയാണ്, ഒരുപാട് നന്ദിയുണ്ട്, കാരണം എനിക്കറിയാമായിരുന്നു നിങ്ങളത് ചെയ്യുമെന്ന്. കാരണം എന്താണെന്നറിയാവോ, ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുന്നത് എന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്, അല്ലെങ്കിലും പെറ്റമ്മമാർ ഒരിക്കലും മക്കളെ കൈവിടില്ലല്ലോ. അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് സന്തോഷത്താൽ മറന്ന് നിൽക്കുകയാണ് സരയു. അപ്പോൾ സരയു പറയാണ്, നിങ്ങളെ പോലീസ് പിടിച്ചാലും ഒരു കുഴപ്പവും നിങ്ങൾക്ക് സംഭവിക്കില്ല. കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരുള്ളൂ. അത് കഴിയുമ്പോഴേക്കും എങ്ങനെയെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങും. നിങ്ങളുടെ സാഹചര്യം എന്തായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് കല്യാണിയെ കൊല്ലാനുള്ള കാരണം എന്നൊക്കെ പോലീസുകാർക്ക് ശരിക്കുള്ള കാരണങ്ങളെല്ലാം ഞാൻ വ്യക്തമാക്കി കൊടുത്തോളാം. നിങ്ങൾക്ക് മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊക്കെ ഞാൻ അങ്ങോട്ട് പോലീസിനോട് തട്ടി വിട്ടോളാം. അപ്പം നിങ്ങളെ വെറുതെ വിടും. അങ്ങനെ നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആരില്ലെന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട എന്നേ, നിങ്ങളെ ഞാൻ ചേർത്ത് നിർത്തും. ഒരു മകളെന്ന എല്ലാ സ്നേഹവും പരിഗണനയും ഒക്കെ നിങ്ങൾക്ക് ഞാൻ തരും. നിങ്ങളെ ഞാൻ സ്നേഹം കൊണ്ട് ഒരുപാട് മൂടും എന്നൊക്കെ സരയു ഇങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെ താരയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താരയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ആകെ പേടിയും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. കല്യാണി വരുമ്പോഴത്തേക്കും കുറച്ച് ജ്യൂസിൽ ഒരു വിഷം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അത്രേ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സരയു പോവുകയാണ്. താരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. സ്വന്തം മകളെ പോലെ സ്നേഹിച്ചതാണ് കല്യാണിയെയും. ആ കല്യാണിയെ കൊല്ലാന്നാണ് താര തലയാട്ടി തൻ്റെ മകൾക്ക് മുന്നിൽ സമ്മതിച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ താരയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൈസിനെയാണ്. അപ്പോൾ പൈസ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പൈസയും രണ്ട് കൂട്ടാളികളും വരിക. കൂട്ടാളികൾ വന്നിട്ട്, എടാ പൈസ നീ ഇവിടെ നിൽക്കുകയാണോ? ആ കിരണില്ലേ, കിരൺ ഞങ്ങളെ തേടി വന്നായിരുന്നു, എന്നിട്ട് ഇത് കണ്ടോ മോന്തയൊക്കെ ഇടിച്ച് നിരപ്പാക്കി വെച്ചിരിക്കുകയാണ്, നീ സൂക്ഷിക്കണം, അവൻ നിസാരക്കാരനല്ല എന്ന് പറഞ്ഞപ്പോഴേക്കെടാ അവൻ്റെ അടിയും കൊണ്ട് വന്നിരിക്കുകയാണോ? അടിക്കായിരുന്നില്ലേ? കേടാ അത് 2-3 പേരുണ്ടായിരുന്നു, അവർ നിസാരക്കാരൊന്നുമല്ല. കിരണെയൊന്നും അങ്ങനെ ഇടിച്ചു തോൽപ്പിക്കാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. നീ എന്തിനാണ് വിക്രമിന് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പോയത്? ഇപ്പം ആ പോലീസ് തേടുന്നതിനേക്കാളും കൂടുതൽ ആ കിരണിൻ്റെ കൂട്ടാളികളുമാണ് നിന്നെ തേടി നടക്കുന്നത്. അവരുടെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, നിന്നെ മൃഗങ്ങൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കുമെന്നാണ് അവന്മാർ ഞങ്ങളോട് പറഞ്ഞ കാര്യം. അതുകൊണ്ട് നിന്നെക്കുറിച്ചുള്ള ഒരു കാര്യവും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. എടാ അപ്പോൾ ഞാൻ എവിടെ നിന്നുള്ള കാര്യം അറിയില്ലല്ലേ? ഇല്ല, അറിയില്ല. നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനായിട്ട് നോക്കണോടാ. എവിടെയെങ്കിലും താവളങ്ങൾ നോക്കണം. എന്നാൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നീ ഇനി ഇവരെയൊക്കെ കൊല്ലാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായ ജീവിതം ഉണ്ടല്ലോടാ പൈസേ. അതുകൊണ്ട് നീ ഇനി രക്ഷപ്പെടാനായിട്ട് നോക്ക്. കിരണിൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ തീർന്നു. നിസ്സാരമായുള്ള മരണമായിരിക്കില്ല നിനക്ക് കിട്ടാനായിട്ട് പോകുന്നത്. മൃഗങ്ങളെല്ലാം കൂടി എന്നെ വലിച്ചു കീറി പറിച്ച് ദൂരെ എറിയും. ആ ഒരു മരണമായിരിക്കും നിനക്ക് കിട്ടാനായിട്ട് പോകുന്നത്. എടാ ഞാൻ അവിടെ കൃത്യമായിട്ട് കയറി കല്യാണിയെ ലക്ഷ്യം വെച്ചതാണ്. ആ സമയത്ത് ആ കല്യാണി പോയി ആ മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫാക്കി. ആ സമയത്ത് ആ ആൻറ്റിക്കാണ് കുത്തേറ്റത്. അവരാണല്ലോ എനിക്ക് ഡോറൊക്കെ തുറന്നു തന്നത്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ നിൽക്കുകയാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളും പെടും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എടാ അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ മേടിക്കണം. എടാ അവളെ ഞങ്ങൾക്കും അറിയാലോ. നീ ഏതായാലും ഫോൺ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മെസ്സേജൊക്കെ കിടക്കും. മെസ്സേജ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. പക്ഷേ ഫോൺ വിളിച്ചാൽ അങ്ങനെ ശരിയാവില്ല. നീ ഒരു കാര്യം ചെയ്യും, ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക് മെസ്സേജ് എടുക്കാം. മെസ്സേജിലൂടെ ഇനി വിവരങ്ങളെല്ലാം അറിഞ്ഞാൽ മതി. സരയുവിനെ അങ്ങനെ വെറുതെ വിടാനായിട്ട് പാടില്ലല്ലോ എന്നൊക്കെ ഇവർ തീരുമാനിക്കുകയാണ്.
എടാ ഞങ്ങളെന്ന് അങ്ങോട്ട് പോവുകയാണ്, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ, കിരണിൻ്റെ കൺമുന്നിൽ നീ പെടാനായിട്ട് പാടില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ടകൾ അങ്ങോട്ട് പോവുകയും ചെയ്യാണ്. ഈ സമയം തന്നെ നമ്മുടെ കല്യാണിയെ കാണിക്കുകയാണ്. അപ്പോൾ താരയാണെങ്കിൽ എന്തൊക്കെയോ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുക, എന്തൊക്കെയോ നല്ല രീതിയിൽ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഡോറിൽ ശബ്ദം കേൾക്കുന്നത്. ഡോറ് തുറന്നുറക്കി കഴിഞ്ഞപ്പോഴേക്കും കല്യാണി നിൽക്കുന്നു. അപ്പോൾ കല്യാണി താരയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, കണ്ടോ ഇപ്പോഴും മുഖത്ത് ഒന്നും തെളിഞ്ഞിട്ടില്ലല്ലോ, ഭയങ്കര സങ്കടമാണല്ലോ, എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ താര ആൻറ്റിക്ക് എന്തോ നല്ലൊരു മനോവിഷമമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ താര അവിടെ ഒന്നും മിണ്ടുന്നില്ല. താര ചോദിക്കുകയാണ് ചായ എടുക്കട്ടെ എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണി, വേണ്ട, എനിക്ക് ചായ ഒന്നും വേണ്ട ആൻറ്റി, ആൻറ്റിയുടെ സങ്കടങ്ങൾ അറിയാൻ, ആൻറ്റിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ജ്യൂസെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ശരി ആൻറ്റിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ജ്യൂസ് എടുത്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ആൻറ്റിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ ഞാനിവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല. ആൻറ്റി ഏതായാലും എന്നോട് സത്യങ്ങൾ പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയാണ്. അപ്പം കല്യാണിയോട് ഇരിക്കാനായിട്ട് പറയുകയാണ് നമ്മുടെ താര. എന്നിട്ട് ജ്യൂസ് എടുക്കാനായിട്ട് പോവാണ്. പക്ഷേ ഇതെന്തൊരു കഷ്ടമാണ്, ആൻറ്റിയുടെ മനസ്സിന് വല്ലാത്ത സങ്കടം ഉണ്ടല്ലോ. ആൻറ്റിയുടെ മുഖത്ത് നോക്കിയാലറിയാം, ആൻറ്റിയുടെ മനസ്സ് ഒരുപാട് അങ്ങോട്ട് വേദനിക്കുകയാണെന്ന് നോക്കിയാൽ തന്നെ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ സമയം തന്നെ സരയു നേരെ ഈ ശാരിയുടെ അടുത്ത് പോയി ശാരിയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴേക്കും മോളെ എനിക്ക് തോന്നില്ല അവള് അത് ചെയ്യും. കല്യാണിയെ ഒരിടക്കം അവൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചവളാണ്. അതുകൊണ്ട് കല്യാണിക്ക് അവൾ ജ്യൂസിൽ വിഷമൊക്കെ കലർത്തി കൊടുക്കുമോ, എനിക്കങ്ങോട്ട് തോന്നുന്നില്ലല്ലോ മോളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ചെയ്യണം, അവരെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, കല്യാണിക്ക് കൊടുക്കുന്ന ജ്യൂസിൽ അവർ വിഷം കലർത്തി കൊടുക്കുമെന്ന്. അല്ല, ഈ വിഷം കലർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, കൊടും വിഷമാണ്, ആ വിഷം ഉള്ളിച്ചെന്ന് അപ്പം ആ സ്പോട്ടിൽ തീരും, അങ്ങനെയാണ് എന്നൊക്കെ സാറി പറയാണ്. പക്ഷേ എന്നാലും മോളെ ഇതൊക്കെ സംഭവിക്കുമെന്നാണ് എൻ്റെ ഒരു സംശയം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യമാണ്. അമ്മ അവളെ കൊന്നു കഴിയുമ്പോൾ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കും. പിന്നെ ഞാൻ അയച്ച മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ലെറ്റർ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കല്യാണിയെ കൊല്ലാനുള്ള കാരണം ഇത് എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പോലീസുകാർക്ക് വ്യക്തമായ കാരണങ്ങളെല്ലാം പിടികിട്ടും. പിന്നെ ആരുടെ മേൽ പിന്നീട് സംശയങ്ങളൊന്നും പോലീസുകാർക്ക് ഉണ്ടാകത്തുമില്ല. മോള് നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല കല്യാണിയെ കൊല്ലും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ? ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നിങ്ങളിങ്ങനെ നെഗറ്റീവ് പറയുകയാണോ? നിങ്ങൾ ഇത്രയും നേരം വരെ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ എനിക്ക് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുവാണോ എന്ന് ചോദിച്ചപ്പോൾ, മോളെ അതല്ല, വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, കല്യാണി എന്നുള്ള ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കണം. എന്നെ ഇപ്പോൾ പോലീസ് പിടിച്ചാലും എനിക്ക് കിരണ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ജയിലിൽ പോയാലും കിരണിനോടൊത്ത് കല്യാണി ഉണ്ടാകാൻ പാടില്ല. കിരൺ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ എന്നേ എനിക്ക് അത്രയും പ്രശ്നമേ ഉള്ളൂ. പക്ഷേ കല്യാണിക്ക് ഇനിയൊരു നല്ലൊരു ജീവിതം ഉണ്ടാവാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിക്കില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയോട് ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മ അത് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ അമ്മയുടെ മുന്നിൽ ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അമ്മ ചെയ്യും. ഇത് കേട്ട് നമ്മുടെ ശാരിയാണെങ്കിൽ, അല്ല മോളെ, മെസ്സേജൊന്നും വന്നില്ലല്ലോ. വരും, മെസ്സേജ് വരും, ഉറപ്പായിട്ട് മെസ്സേജ് വരും മോളെ. അപ്പോൾ കല്യാണിയെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താര ജയിലിലേക്ക് പോകുമല്ലേ. ഏതായാലും മോൾ നീ ചെയ്ത് നല്ല കാര്യം തന്നെയാണ്. അടിക്ക് തിരിച്ചടി. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ, ഈ ചന്ദ്രസേനെയും അതേപോലെ തന്നെ രൂപയെയും വേർപിരിപ്പിച്ചത് നിന്റെ അച്ഛനാണ്. ആ അച്ഛനെ അവൻ്റെ മകൻ തന്നെ കാട്ടിലെറിഞ്ഞ് മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്ത് കൊന്നു. ഇപ്പോഴേ കിരണിൻ്റെ ജീവനായ ഭാര്യയെ മോളുടെ അമ്മ തന്നെ കൊല്ലാനായിട്ട് പോകുന്നു. ഇതാണ് അടിക്ക് തിരിച്ചടി എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാറിന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ താരയെ കാണിക്കുകയാണ്. അപ്പം താര ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് വരികയാണ്. എന്നാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ നമ്മുടെ കല്യാണി അതിൽ നിന്ന് കുറച്ച് കുടിക്കുന്നുമുണ്ട്. അപ്പോൾ താര ഇരുന്ന് ഇങ്ങനെ കരയാ. അപ്പോൾ കല്യാണി കഴിഞ്ഞപ്പോഴേക്കും, എന്താ ആൻറ്റി എന്തിനാ ആൻറ്റി ഇങ്ങനെ കരയുന്നത്? ആൻറ്റിക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്താണെങ്കിലും പറഞ്ഞൂടെ? ഒന്നുമില്ല എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇനി ശരിയാവില്ല കേട്ടോ. ഞാൻ അറിയാതെ പോകില്ലെന്ന് പറഞ്ഞല്ലോ. ഞാനിപ്പോൾ കിരണേട്ടനോട് പറഞ്ഞിട്ട് ഞാൻ വന്നത്. ആൻറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം അറിഞ്ഞിട്ട് വരാമെന്ന്. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കൂലേ ആരുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന്? എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കിരണേട്ടന് അത് സങ്കടമാവില്ലേ?
പിന്നെ വരാനായിട്ട് പോകുന്നത് കിരണേട്ടൻ്റെ അച്ഛനായിരിക്കും. അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക് പറയേണ്ട കാര്യങ്ങൾ മുഴുവനും പറയേണ്ടി വരും. ലാസ്റ്റ് അതും പറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാരുടെ മുന്നിൽ ആൻറ്റിക്ക് മനസ്സ് തുറക്കാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ. ഡോക്ടർമാരുടെ മുന്നിൽ മനസ്സ് തുറക്കേണ്ടി വരും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ കിരണേട്ടൻ എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞ്, പിന്നെ കിരണേട്ടൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കല്ലേ, ആ സമയത്ത് ഒന്ന് കാണാൻ പോലും പോയില്ല. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയായിരുന്നു കേട്ടോ. പക്ഷേ അമ്മയുടെ ഭാഗത്തൊന്നും അങ്ങനെ ഒരു കാര്യമൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ താരയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുകയാണ്. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ യാമിനിയെ കൊണ്ടല്ലോ എന്ന് താര പറയാണ്. യാമിനി ആൻറ്റിയൊക്കെ ഉണ്ട്, പക്ഷെ താര ആൻറ്റി അവിടെ ചെല്ലുന്നത് പോലെ ആകോ യാമിനി ആൻറ്റി അവിടെ നിൽക്കുന്നത്? എന്തായാലും ആൻറ്റിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന ഒരാളാണ് കിരണേട്ടൻ്റെ അച്ഛൻ. അപ്പോൾ കിരണേട്ടൻ്റെ അച്ഛൻ്റെ ഭാര്യയ്ക്ക് ഒരു ആപത്ത് പറ്റി കഴിയുന്ന നേരത്ത് ഒരു കാണാൻ പോകേണ്ട ഒരു മര്യാദയെങ്കിലും ഉണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വീണ്ടും ഇങ്ങനെ കരയാണ്. ആൻറ്റിയുടെ പ്രശ്നം എന്താ? ഇനി കൊച്ചുമോളെ കാണാത്തതുകൊണ്ടാണോ? അല്ല എന്ന് പറയാം. എനിക്ക് മനസ്സിലായി അതൊന്നും അല്ല കാരണമെന്ന്. അങ്ങനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ആൻറ്റിക്ക് അങ്ങോട്ട് വരാമല്ലോ. അതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. പിന്നെ സരയു ആൻറ്റിക്ക് ഒരു സങ്കടം ഉണ്ടാക്കില്ലെന്നും എനിക്ക് മനസ്സിലായി. അത് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്, ആൻറ്റിയെ പൊന്നുപോലെ നോക്കുമെന്നും ആൻറ്റിയെ വേദനിപ്പിക്കില്ല എന്നൊക്കെ ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സരയുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ലെന്ന് അറിയാം. പിന്നെ ആൻറ്റിയുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുമ്പോഴും താര അവിടെ ഒന്നും മിണ്ടുന്നില്ല. ആ കല്യാണി ആ ജ്യൂസ് മുഴുവനും കുടിക്കുകയും ചെയ്യാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ നാളെ അറിയാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.